ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നാഡീകോശങ്ങളുടെ ഘടനയും ധർമ്മവുമാണ്. SCERT 10ാം ക്ലാസ്സിലെ ബയോളജിത്തെ പോർഷൻസാണ്. അപ്പോൾ എന്താണ് നാഡീകോശങ്ങൾ? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, പിന്നെന്താണ് ആക്സോൺ, ആക്സോണൈറ്റ്, പിന്നെ മൈലിൻ ഷീറ്റ്, ശ്വാൻ കോശങ്ങൾ, സിനാപ്റ്റിക് നോബ് എന്നിവയാണ് എന്ത് നാഡീകോശങ്ങൾ. അപ്പം നാഡീകോശം എന്താണ്? ഒന്നാമത്തെ കോശശരീരം, കോശദ്രവ്യം, ന്യൂക്ലിയസ്, ശ്വാൻ കോശങ്ങൾ, ആക്സോൺ, ആക്സോണൈറ്റ്, ഡെൻഡ്രോൺ, ഡെൻഡ്രോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ഈ 6 ഘടകങ്ങൾ ചേർന്നതാണ് നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ആക്സോൺ. ആക്സോൺ എന്താണ്? കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് എന്ത്? ആക്സോൺ. അത് ആരോ മാർക്കിട്ട് ശ്രദ്ധിക്കാം. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് എന്ത്? ആക്സോൺ. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു. അതാണ് എന്ത്? അതിൻ്റെ ധർമ്മം. കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നതാണ് എന്ത്? ആക്സോണിൻ്റെ ധർമ്മം. ആക്സോൺ എന്താണ്? കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് എന്ത്? ആക്സോൺ. കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു. അതെന്ത്? ആക്സോൺ. ഇനി അടുത്തത് എന്താണ്? ശ്വാൻ കോശം. ശ്വാൻ കോശം എന്താ? ആക്സോണിനെ വലയം ചെയ്യുന്നതാണ് എന്ത്? ശ്വാൻ കോശം. ആക്സോണിനെ വലയം ചെയ്യുന്നതാണ് എന്ത്? ശ്വാൻ കോശം. അടുത്ത എന്താണ്? ആക്സോണിൻ്റെ ശാഖകൾ. ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് എന്താണ്? ആക്സോണിൻ്റെ ശാഖകളാണ് എന്ത്? ആക്സോണൈറ്റ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബ് എത്തിക്കുന്നതാണ് എന്ത്? ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് പറഞ്ഞാൽ ആക്സോണിൻ്റെ ശാഖകൾ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബ് എത്തിക്കുന്നതാണ് എന്ത്? ആക്സോണൈറ്റ്. അടുത്തത് എന്താണ്? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് പറഞ്ഞാൽ എന്താണ്? ഡെൻഡ്രോണിൻ്റെ ശാഖയാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോൺ പറഞ്ഞാൽ കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് എന്ത്? ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നതാണ് എന്ത്? ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നതാണ് എന്ത്? ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റ് എന്താണ്? ഡെൻഡ്രോണിൻ്റെ ശാഖയാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ശാഖയാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോൺ പറഞ്ഞാൽ കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് എന്ത്? ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത് എന്ത്? ഡെൻഡ്രോൺ. ഇനി അടുത്തെന്താ? സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിൻ്റെ ഭാഗമാണ് എന്ത്? സിനാപ്റ്റിക് നോബ്. എന്താണ്? നാഡീയ പ്രേഷകം വഹിക്കുന്ന ആക്സോണൈറ്റിൻ്റെ ഭാഗമാണ് എന്ത്? സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം നമുക്ക്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് എന്ത്? നാഡീകോശം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഡെൻഡ്രോണിൻ്റെ ശാഖയാണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.